മാഹിൻ്റെ പോലെയുള്ള ഒരുപാട് ആളുകൾ, മലയാളികളും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഇത്തരം യാത്രകൾ ചെയ്യുന്നത്. ഹിച്ച് ഹൈക്കിംഗ് മാത്രം ചെയ്യുന്ന, ഇപ്പോൾ മാഹിൻ അങ്ങനത്തെ ആളാണ്. ഇതൊരു ഒരു 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 8-9 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് തന്നെ 2 ചെറുപ്പക്കാർ ഒരുമിച്ച് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് ഇന്ത്യയുടെ അങ്ങറ്റം വരെ പോയൊരു കഥയുണ്ട്. അപ്പം അത് ഒരു പത്രത്തിൽ വിശദമായിട്ട് അതിൻ്റെ ഇത് കഥ വന്നിരുന്നു. മറ്റൊരു പെൺകുട്ടി, അവർ നോർത്ത് ഈസ്റ്റ് വരെ എത്തി ലിഫ്റ്റ് ചോദിച്ചിട്ട്. ഇവരൊക്കെ വളരെ ക്യാമറ ഷൈ ആയിട്ടുള്ള ആളുകളുമായിരുന്നു. അന്നൊന്നും നമുക്കൊന്നും ഒരു 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 അഭിമുഖം ചോദിച്ചിട്ടൊന്നും ഇവരാരും അത്ര താല്പര്യം കാണിച്ചില്ല. അതിനുശേഷമാണ് ഇൻസ്റ്റഗ്രാമൊക്കെ വന്നതിന് ശേഷമാണ് ഇത് വളരെ വ്യാപകമായി നമ്മൾ ഇത്തരം ആളുകളെ പരിചയപ്പെടുന്നത്. മറ്റൊരു കക്ഷി, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇന്ത്യക്കാരനല്ല. അയാൾ ഒരു കാരണവശാലും ഫ്ലൈറ്റിൽ കയറില്ല, റോഡ് വഴിയേ യാത്രയുള്ളൂ എന്നുള്ളതാണ് പുള്ളിയുടെ പ്രഖ്യാപനം. എന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനൊരു പ്രാവശ്യം ഇറാനിൽ യാത്ര ചെയ്യുമ്പോൾ ഇറാനിൽ വെച്ചൊരു മലയാളി ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇറാഖിൽ നിന്ന് ക്രോസ് ചെയ്ത് വരിക മറ്റാണ്, അതോ തിരിച്ച് ഇറാഖിലേക്ക് പോവുകയാണ്. അസർബൈജാൻ കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അപ്പോൾ എത്രയോ 6 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസകരമായി യാത്ര ചെയ്യുന്ന വേറൊരു ട്രിപ്പിലായ മനുഷ്യരാണ്, ജെൻസി പിള്ളേരാണ്. അവരെ സംബന്ധിച്ചോളം ഇതിൻ്റെ താഴെ വന്ന് ഈ അടിയുണ്ടാക്കുന്നതും ഈ ബഹളം ഉണ്ടാക്കുന്നതും അവർ ദേ ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺ. ഒരു പാസിങ് കമൻറ്റാണ് അതിൻ്റെ, എന്നെക്കുറിച്ച് കമൻറ്റൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ പുള്ളിയുടെ അടുത്ത വിഷയം പറയുകയാണ്. പക്ഷേ നിങ്ങളെന്നെ താഴോട്ട് എടുത്ത് നോക്കൂ, താഴെ മുതൽ ഒന്നാന്തരം ആടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് താലിബാൻകാരാ, നിനക്ക് മതിയാക്കാരായില്ലെന്ന് മാത്രമല്ല, തിരിച്ച് ഹിന്ദു ദൈവങ്ങൾ, നീ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ. ഒരെണ്ണം കണ്ടത് 1905 മാറുമറയ്ക്കാത്ത കുറേ സ്ത്രീകളുടെ ചിത്രം. അതിൻ്റെ തൊട്ട് താഴെ 1905 കുറേ മുസ്ലിം സ്ത്രീകൾ റൗക്കയൊക്കെ ഇട്ടിരിക്കുന്നു. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പണിയില്ലാത്ത അമ്മാവന്മാരായിരിക്കാനാണ് എല്ലാ സാധ്യതയും. ജെൻസി പിള്ളേർ ഈ കളമൊക്കെ വിട്ടിട്ട് അവരവരുടെ പണി ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഈ താഴെ കിടന്ന് അടിയുണ്ടാക്കുന്നവർക്ക് അതിനു മാത്രമേ ജീവിതത്തിൽ ഒരിക്കലും നല്ലൊരു യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് അവരുടെ സർക്കിളിന് പുറത്ത് നല്ലൊരു സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നല്ലൊരു രാജ്യം കണ്ടിട്ടുണ്ടാവില്ല, ഒന്നും പുതുതായി പരീക്ഷിച്ചിട്ടുണ്ടാവില്ല, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് ശേഷം വന്ന ജെൻസികളാണ് നേരത്തെ പറഞ്ഞ ജന്തർ മന്ദറിൽ പുതിയൊരു സമര ചരിത്രം എഴുതിയത്. അപ്പോൾ അത് നമ്മൾ കൺസേൺ ആവണ്ട. ഇത് ഫേസ്ബുക്കിൽ എഴുതി താഴെ കമൻ്റ് ഇട്ടങ്ങ് ഒടുങ്ങിക്കോളും. കുറച്ച് കാലം കൂടെ ശല്യം ഉണ്ടാകും, കഴിഞ്ഞാൽ തീരും. ഇത്തരം യാത്രകളും ഇത്തരം യാത്രികരുമാണ് ഇനിയുള്ള ഒരു അടുത്ത പ്രതീക്ഷയോ അടുത്ത കാര്യം. അതാണ് ഫ്യൂച്ചർ. അത്രയും നമ്മൾ ഒട്ടും നിരാശ വേണ്ട എന്നുള്ളതാണ്.